ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് ടിപ്പാണ് കേട്ടോ. പ്രത്യേകിച്ച് മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കാരണം മലയാളികളുടെ ഒരു വികാരമാണ് ഉച്ചയൂണിന് ചോറ് കഴിക്കുക എന്നുള്ളതല്ലേ. എത്ര അമിത ഭാരം എന്ന് പറഞ്ഞാലും വയറ് ചാടുന്നു എന്ന് പറഞ്ഞാലും ഒക്കെ നമ്മുടെ മുന്നിൽ കുറച്ച് ചൂടുള്ള കുത്തിരി ചോറ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു പിടി ചോറ് കഴിക്കാതിരിക്കാൻ നമുക്ക് എന്തായാലും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും എല്ലാ ദിവസവും നമ്മുടെ വീടുകളിലൊക്കെ ചോറ് ഉണ്ടാക്കുന്നുണ്ടാവും. വീട്ടിലെ ഏതെങ്കിലും ഒരംഗത്തിനെങ്കിലും ചോറിനോട് ഇഷ്ടം ഉണ്ടാവും. അപ്പോൾ ആ ഒരാൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ ചോറ് ഉണ്ടാക്കുമ്പോഴേക്കും നമ്മുടെ ടൈമും കാര്യങ്ങളൊക്കെ ഏകദേശം സെയിം തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ പ്രത്യേകിച്ച് ഈ വർക്കിംഗ് ലേഡീസൊക്കെ ആണെങ്കിൽ ഈ ഒരു ടൈമിൽ ചോറ് ഉണ്ടാക്കി എടുക്കുക എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടാണ്. കുക്കറിലോ തെർമൽ കുക്കറിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പക്ഷേ ചിലർക്കൊന്നും അത് കഴിക്കാൻ ഇഷ്ടവും ഉണ്ടാവില്ല. അപ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടാവാം. അപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നവർക്ക് എല്ലാവർക്കും ഞാൻ ഈ ചെയ്യുന്ന ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗ്യാസ് ലാഭിക്കാം, പെട്ടെന്ന് ജോലി കഴിയും, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചോറ് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കലം എടുത്തിട്ടുണ്ട്. കലത്തിൽ ആവശ്യത്തിന് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് മട്ട റൈസ് ആണ് കേട്ടോ. മട്ട റൈസ് ആണ് ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാൻ മട്ട റൈസ് എടുത്തിട്ടുള്ളത്. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇത് കാണിക്കാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് മട്ട റൈസ് തന്നെയാണ്. കാരണം കുറച്ച് കൂടുതൽ ടൈം എടുക്കുന്നത് മട്ട റൈസ് ഉണ്ടാക്കാനല്ലേ. അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിന് റൈസും എടുത്തിട്ടുണ്ട്, വെള്ളവും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഈ കലത്തിലേക്ക് ഈ അരി ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ അരിയും വെള്ളവും പിന്നെ ഉപ്പ് ചോറിൽ ചേർക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഉപ്പും ചേർത്ത് കൊടുത്തോളൂ. അതിനുശേഷം നമ്മൾ ഒരുമിച്ചിട്ട് തന്നെ എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മളിവിടെ തെർമൽ കുക്കർ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ അടുപ്പിൽ വേവിച്ചിട്ട്, അതായത് നമ്മൾ സ്റ്റൗവിൽ വേവിച്ച് നമ്മൾ ഗ്യാസും കളയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് പ്രഷർ കുക്കറിലാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പ്രഷർ കുക്കറിൽ ഇത്ര ടൈമൊന്നും വേണ്ടല്ലോ, ഇത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കും. എന്നാലും നമ്മളിപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് പ്രഷർ കുക്കറിൽ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടവർക്ക് എന്തായാലും അത് അറിയാൻ പറ്റും. അപ്പം നമ്മുടെ പ്രഷർ കുക്കറിനകത്ത് ഞാൻ ഇത്ര മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ റൈസ് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നമ്മൾ നേരത്തെ ഇട്ട് വെച്ചിട്ടുള്ള റൈസും വെള്ളവും അതേപോലെ തന്നെ ഉപ്പും എല്ലാം കൂടി ചേർത്ത് നമ്മൾ അതേ സമയം തന്നെ ഒരുമിച്ച് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു കലത്തിൻ്റെ മൂടി കൊണ്ട് ഇതൊന്ന് അടയ്ക്കാം. അതിനുശേഷം നമ്മുടെ കുക്കറും നമുക്കൊന്ന് അടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കലത്തിലോ നിങ്ങൾക്ക് ഏത് പാത്രമാണോ ഇതിനകത്ത് സ്യൂട്ട് ആ ഒരു പാത്രം യൂസ് ചെയ്യാം കേട്ടോ. വലിയൊരു കുക്കറായിരിക്കണം. ഇനി നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ 2 വിസിലിടുന്നത് മട്ട റൈസ് ആയതുകൊണ്ടാണ് കേട്ടോ. നിങ്ങളുടെ അരിയുടെ വേവ് അനുസരിച്ച് നിങ്ങൾക്ക് ഒരു വിസിൽ വേണമെങ്കിൽ ഒരു വിസിലിട്ടാലും മതിയാവും. ഇപ്പം ഞാൻ ഒരു ഫസ്റ്റ് വിസിൽ വരുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് വിസിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു വിസിലും കൂടി കേൾക്കണം. ഒരു വിസിലും കൂടി കേൾക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ രണ്ടാമത്തെ വിസിലും വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്, നമ്മളിനി ഗ്യാസിൻ്റെ ഫ്ലെയിം എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊന്ന് ലോ ആക്കി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ലോ ആക്കി ഒരു 10 മിനിറ്റ് കൂടി നമ്മൾ ഇതേപോലെ തന്നെ ഒന്ന് വെയിറ്റ് ചെയ്യണം, അതായത് കുക്ക് ചെയ്യാണ്. 10 മിനിറ്റിന് ശേഷം നമ്മളിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇനി നമുക്ക് ഗ്യാസ്, അതായത് നമുക്ക് ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല, ഗ്യാസ് നമ്മൾ യൂസ് ചെയ്യുന്നതേ ഇല്ല കേട്ടോ. ഇനി ഇതിൻ്റെ പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് പോകുന്നവരെ വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇപ്പം നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴേക്കും നമ്മുടെ റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ടാവും കേട്ടോ. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അരിയുടെ വേവ് അനുസരിച്ചിട്ട് നിങ്ങൾ ഒരു വിസിൽ കുറയ്ക്കുകയോ അതേപോലെ നമ്മൾ ആ ഒരു ടൈം ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ മട്ട റൈസ് ആണെങ്കിൽ ഇത് തന്നെയാണ് കേട്ടോ കറക്റ്റ്. നമ്മുടെ റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട് എന്ന് മാത്രമല്ല, നമ്മുടെ കഞ്ഞിവെള്ളം ഇങ്ങനെ കട്ട കെട്ടിയിട്ടില്ല. ചോറ് കണ്ടോ ഓരോന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, നല്ലതായിട്ട് കുക്കായിട്ടുണ്ട്. അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പം ഇവിടെ വേറൊരു രീതിയിലും കൂടിയാണ് ചെയ്യുന്നത് കേട്ടോ. അതായത് നമുക്ക് വേണമെന്ന് വെച്ചാൽ ആ ഒരു ടൈമിൽ തന്നെ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് വാർത്തെടുക്കാം. പക്ഷേ ഞാൻ ഒരു തിളയും കൂടി വരാൻ വേണ്ടിയിട്ട് ഒന്ന് അടുപ്പിൽ വെച്ചിട്ട് ഒന്നുകൂടി വേവിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഒരൊറ്റ തിള വരുന്നത് വരെ ഒന്നുകൂടി ഒന്ന് സ്റ്റൗ ഓൺ ചെയ്ത് വെക്കുക. അതിനുശേഷം എടുക്കുകയാണെങ്കിൽ നല്ല പക്ക പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് റൈസ് കിട്ടും. അപ്പോൾ ഈ ഒരു റൈസ് കഴിച്ചാലും സാധാരണ നമ്മൾ വിറകടുപ്പിലൊക്കെ വേവിക്കുന്ന അതേപോലെ തന്നെയാണ് കേട്ടോ നമുക്ക് ഈ ഒരു റൈസ് കഴിക്കാൻ പറ്റുന്നത്.
അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ വെള്ളമെല്ലാം വാർത്ത് കളഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വെള്ളം കുടിക്കുകയും ചെയ്യാം കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കട്ട കെട്ടിയിട്ടൊന്നും ഇല്ല. ഇനി നമ്മുടെ റൈസ് നോക്കിക്കഴിഞ്ഞാൽ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മട്ട റൈസ് ഉണ്ടാക്കാനാണ് ആക്ച്വലി കുറേ ടൈം എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മട്ട റൈസ് ഇത്ര ടൈമിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ ഇത് നല്ലൊരു മെത്തേഡ് തന്നെയല്ലേ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കുന്നെങ്കിൽ നിങ്ങളൊന്ന് പറയണം കേട്ടോ. നിങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ നിങ്ങൾ ഇങ്ങനെ കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ. ഞാൻ കുറച്ച് നാളിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ റൈസ് കുക്ക് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. റൈസ് മാത്രമല്ല, നമുക്ക് കപ്പയും അങ്ങനെയുള്ള എന്ത് സാധനമാണെങ്കിലും നമുക്ക് ഇതേപോലെ പരിപ്പ് ഒക്കെ നമുക്കിങ്ങനെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് കുക്കർ നമുക്ക് വൃത്തിയിടാവുകയില്ല. ആ ടൈമിൽ തന്നെ നമുക്ക് കുക്കർ മറ്റെന്തെങ്കിലും കറികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാനും പറ്റും. ഇപ്പോൾ എന്തേ കണ്ടില്ലേ, ചോറ് ഓരോന്നായിട്ട് ഇങ്ങനെ ഓരോ മണിയായിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട് കണ്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ കുക്കർ നോക്കുകയാണെങ്കിൽ ഇതേ കണ്ടോ, ഇതിന് മുകളിലോട്ടൊന്നും വന്നിട്ടില്ല. നന്നായിട്ട് തന്നെ നമ്മുടെ കുക്കറിൻ്റെ ഇതേ അടപ്പൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയും നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.